അതെ, ഇന്ന് ചക്ക വെച്ചിട്ടുള്ള സ്പെഷ്യലാട്ടോ. ഈ ചക്കയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നല്ലേ, രാവിലെ എണീറ്റ് ഡോറ് തുറന്നപ്പോൾ മുറ്റത്തൊരു മൈന എന്ന് പറഞ്ഞ പോലെ രാവിലെ എണീറ്റ് ഡോറ് തുറന്നപ്പോൾ സിറ്റ് ഔട്ടിൽ തിണ്ടും ഒരു ചക്ക. സംഭവം ഇത് നമ്മൾക്കുള്ള തന്നെയാണ്, പക്ഷെ ആരെ കൊണ്ടെന്ന് വെച്ചെന്നറിയില്ല. അതാലോചിച്ച് തലപുണ്ണാക്കാതെ ഞാനിത് ചക്ക കുരൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടത് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചക്ക വെച്ചിട്ടുള്ള അടയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതേ ഒരു പാത്രത്തിലോട്ട് 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അത് കുഴച്ചെടുക്കാൻ പാകത്തിന് നമ്മൾ അരച്ചു വെച്ചല്ലോ ചക്കൻ്റെ പേസ്റ്റ്, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക, ഏലക്കാപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ ഇത് ശർക്കരപ്പാനി അരിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്ലേറ്റിലുള്ള ഞാൻ കുറച്ച് മാറ്റി വെച്ചാണ് കേട്ടോ. തേങ്ങ, ശർക്കര, ചക്കയുടെ പേസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചാണ്, നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇത് അതിലോട്ട് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്യാൻ മറക്കല്ലേ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെച്ചത് ഇങ്ങനെ കുഴച്ചെടുത്താട്ടോ, ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി എന്താ, വാഴയിൽ നല്ല വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ഒരു പിടി എടുത്തിട്ട് നമ്മളിങ്ങനെ ബോളാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ച് പരത്തി കൊടുക്കുക. പിന്നെ നമ്മൾ ഫില്ലിങ് സെൻറ്ററിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക, കൈ വെച്ച് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിക്ക് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റീമർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കുക. ഞാനിവിടെ അങ്ങനെ നമ്മൾ ഇറച്ചിക്കൊട്ട എന്നൊക്കെ പറയില്ല, അതിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ വാഴയിലയിൽ പരത്തി കൊടുക്കുമല്ലോ, ആ സമയത്ത് കനം കുറച്ചിട്ട് കട്ടി കുറഞ്ഞിട്ട് പരത്തി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ആ ചക്കൻ്റെ നല്ല മധുരമാണ്. പിന്നെ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് അല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല കിഡ്ലൻ ടേസ്റ്റാണ്. ഇതിൽ ഉള്ളത്തെ ഫില്ലിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നമ്മളെല്ലാം കൂടെ കൂട്ടിയിട്ടാണല്ലോ കുഴച്ചെടുത്തത്. അങ്ങനെ ജസ്റ്റ് പരത്തിയിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. എനിക്കിങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് അട ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ. ഈ ചക്കൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. വെറുതെ പറയല്ല കേട്ടോ, എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ബെസ്റ്റ് കേട്ടോ. എണ്ണയിലൊന്നും മുക്കി പൊരിക്കുന്നില്ലല്ലോ. അപ്പോൾ സേവ് ചെയ്തോ, ട്രൈ ആക്കിക്കോ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.